ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൂട്ട് സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ റോബോട്ടിന് വേണ്ടിയിട്ട് ഒരു റിമോട്ട് കൺട്രോളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാ അർഡിനോയും സെൻസേഴ്സും ബ്രെഡ് ബോർഡും വെച്ചിട്ട് പലതരം റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റിമോട്ട് കൺട്രോളർ. നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ, റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് വീഡിയോ. അതിനകത്ത് നമ്മൾ റോബോട്ടിക്സിൻ്റെ ബേസിക്സും റോബോട്ട്സിൻ്റെ പാർട്സും ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളൊരു റോബോട്ട് വീഡിയോ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു അല്ലേ, വളരെ സിമ്പിളായിട്ട്. റോബോട്ടിക്സിൻ്റെ ബേസിക്സ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ PCB ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇൻപുട്ട്, പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ ട്രാൻസ്മിറ്റർ. യൂസറിൻ്റെ ആക്ഷൻസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കുന്ന ആളാണ് ഇൻപുട്ട് കമ്പോണൻസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, ബട്ടൺ, ജോയ്സ്റ്റിക്, ആക്സിലറോമീറ്റർ ഇതെല്ലാം ഇൻപുട്ട് കമ്പോണൻസ് ആണ്. നമ്മളിവിടെ ആക്സിലറോമീറ്ററും ജോയ്സ്റ്റിക്കുമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നത് സാധാരണ Arduino DIY പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്ന ഒരു ജോയ്സ്റ്റിക്കാണ്. ഈ ജോയ്സ്റ്റിക്കിന് ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഉണ്ട്, ഒരു സ്വിച്ച് ആക്ഷനും ഉണ്ട്. ഈ 3 മൂവ്മെൻറ്റിനെയും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് 3 പിന്ന് വഴി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ 3 പിന്നിനെയും നമ്മൾ Arduinoയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ പ്രോജക്റ്റിന് ഞാൻ യൂസ് ചെയ്യുന്നത് Arduino നാനോ ബോർഡാണ്. നമ്മുടെ ജോയ്സ്റ്റിക്കിൽ നിന്നും വരുന്ന ഡേറ്റ Arduino പ്രോസസ്സ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റായ HC12 വയർലെസ് മൊഡ്യൂളിലേക്ക് കൊടുക്കുന്നു. ഈ കാണുന്നതാണ് HC12 വയർലെസ് മൊഡ്യൂൾ. ഇതിൻ്റെ മുകളിൽ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ ആൻറ്റിന. ഇതിനകത്ത് മെയിനായിട്ട് 5 പിന്നാണുള്ളത്. ഒരു പിൻ നമ്മൾ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന പിന്നാണ്. ബാക്കി 4 പിൻ നമ്മൾ എപ്പോഴും Arduino ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഇതിൻ്റെ കോൺഫിഗറേഷനെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്നോട് ഒരുപാട് പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വയർലെസ് മൊഡ്യൂളുണ്ട്, ബ്ലൂടൂത്ത് മൊഡ്യൂളുണ്ട്, XB ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. എന്നിട്ടും ഞാൻ ഈ HC12 എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന്. ഈ ഒരു വയർലെസ് മൊഡ്യൂൾ നല്ല ചീപ്പാണ്, ജസ്റ്റ് ആമസോണിൽ കയറി നോക്കിയാൽ മതി. പിന്നെ ഇതെല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പും യൂസേജും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്മിഷൻ ആകെപ്പാടെ 2 പിന്ന് മതി, TXും RXും. പിന്നെ ലൈൻ ഓഫ് സൈറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് 1 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും. സോ ബേസിക്കലി ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എല്ലാ കമ്പോണൻസും ബ്രെഡ് ബോർഡിൽ നീറ്റായിട്ട് അസംബിൾ ചെയ്യുക. ജോയ്സ്റ്റിക്, ആക്സിലറോമീറ്റർ, Arduino നാനോ, പിന്നെ നമ്മുടെ HC12 വയർലെസ് മൊഡ്യൂൾ. ഇതിൻ്റെ സർക്യൂട്ട് വളരെ എളുപ്പമാണ് ഫ്രണ്ട്സ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 9 വോൾട്ട് ബാറ്ററി, അല്ലെങ്കിൽ 12 വോൾട്ട് DC അഡാപ്റ്റർ, അല്ലെങ്കിൽ Arduinoയുടെ USB പോർട്ട് വഴി നമുക്കിതിനെ പവർ ചെയ്യാവുന്നതാണ്. 9 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ DC അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ Arduinoയുടെ Vin പിന്നിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് Arduinoയുടെ 5 വോൾട്ട് ഔട്ട്പുട്ട് പിന്നിലേക്ക് ആക്സിലറോമീറ്ററിൻ്റെയും HC12 വയർലെസ് മൊഡ്യൂളിൻ്റെയും ജോയ്സ്റ്റിക്കിൻ്റെയും VCC പിൻ കണക്ട് ചെയ്യുക. എന്നിട്ട് ആക്സിലറോമീറ്ററിൻ്റെ X ആൻഡ് Y ഔട്ട്പുട്ട് നമ്മൾ Arduinoയുടെ A0ലും A1ലും കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ജോയ്സ്റ്റിക്കിൻ്റെ X ആൻഡ് Y ഔട്ട്പുട്ട് A2ലും A3ലും കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ജോയ്സ്റ്റിക്കിൻ്റെ സ്വിച്ച് നമ്മൾ A4ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് എല്ലാമായി. ഇനിയുള്ളത് ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റായ HC12 വയർലെസ് മൊഡ്യൂളിൻ്റെ TX പിന്നും RX പിന്നും Arduinoയുടെ ഡിജിറ്റൽ പിൻസായ D10ലും D11ലും കണക്ട് ചെയ്യുന്നു. ഇനി എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് കണക്ഷൻ ഡീറ്റെയിൽസും കോഡ്സും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് കോഡൊന്ന് നോക്കിയാലോ. കോഡിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ആവശ്യമായ 2 ലൈബ്രറി ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്, സോഫ്റ്റ്വെയർ serial.hഉം wire.hഉം. പിന്നെ നമ്മൾ HC12 വയർലെസ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് പിൻ 10ലും 11ലും ഒരു സോഫ്റ്റ്വെയർ സീരിയൽ ഇൻ്റർഫേസ് ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ Arduinoയുടെ TX RX പിന്ന് പോലെ വേറൊരു TX RX പിൻ ഉണ്ടാക്കുകയാണ് പിൻ 10ലും പിൻ 11ലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള 5 വേരിയബിൾസും ഡിക്ലെയർ ചെയ്തു, X, Y, LR, BF, SW. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ഫംഗ്ഷനകത്ത് നമ്മളൊരു സീരിയൽ ഇൻ്റർഫേസും HC12ന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ സീരിയൽ ഇൻ്റർഫേസും ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് A0 തൊട്ട് A4 വരെയുള്ള എല്ലാ പിന്നും ഇൻപുട്ട് പിന്നാണെന്ന് പറഞ്ഞു കൊടുത്തു. പിൻ 2ൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല, എന്നാലും അതവിടെ കിടക്കട്ടെ. ഇനിയുള്ളത് ലൂപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നിൽ നിന്നുമുള്ള എല്ലാ ഇൻപുട്ടും നമ്മൾ ഓരോ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് സീരിയൽ പ്രിൻറ്റ് കമാൻഡ് അറിയാമല്ലോ അല്ലേ, അതുപോലെ തന്നെയാണ് ഈ HC12.print. ഈ serial.print നമ്മൾ സീരിയൽ മോണിറ്ററിൽ ഔട്ട്പുട്ട് കാണിക്കുമല്ലേ സ്ട്രിങ് ആയിട്ട്, അതുപോലെ തന്നെയാണ് HC12.print. ഈ HC12.print എന്ന് പറയുന്നത് HC12 മൊഡ്യൂളിലേക്ക് ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യുന്നു. ഈ അയക്കുന്ന സ്ട്രിങ് നമ്മുടെ HC12 വയർലെസ് മൊഡ്യൂൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു.
ഈ ബ്രോഡ്കാസ്റ്റ് റേഞ്ചിനകത്ത് ഇതേ കോൺഫിഗറേഷനിലുള്ള വേറെ HC12 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഈ സ്ട്രിങ് അതിന് റിസീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ HC12.printന് പകരം serial.print കൊടുത്ത് കോഡ് അപ്ലോഡ് ചെയ്ത് സീരിയൽ മോണിറ്റർ ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സെൻസർ ഡേറ്റയും ഓരോ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഒരൊറ്റ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇത് ഓരോ മില്ലി സെക്കൻഡിന് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് റിമോട്ട് കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു സിഗ്നൽ റോബോട്ടിൽ റിസീവ് ചെയ്യേണ്ടേ? ഡേറ്റ റിസപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചത്തെ PCB ഗിവ് വിന്നേഴ്സിനെ ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. സമീർ ഖാൻ, ജോബിൻ ജോൺസൺ, അർജുൻ ജെ, ശ്രീജിത്ത് KS. അപ്പോൾ നിങ്ങൾ 4 പേരും എൻ്റെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ, പിൻകോഡ്, നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ടൈം ക്യാച്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ PCBs നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അടുത്ത ആഴ്ചത്തെ ഗിവ് അവേ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ശരിക്കുമുള്ള Arduino ബോർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു റിമോട്ട് കൺട്രോളർ വെച്ചിട്ട് നമ്മൾ മുമ്പൊരു റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്. ഈ സെയിം റിമോട്ട് കൺട്രോളറിൻ്റെ PCB വേർഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതൊന്ന് കയറി കാണുക. ഇപ്പോൾ പുതിയ വ്യൂവേഴ്സിനായിട്ട് ഞാനൊരു സമ്മറി തരാം. അതിനായിട്ട് റോബോട്ടിൽ നമ്മൾ വേറൊരു HC12 മൊഡ്യൂൾ Arduino ആയിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഈ ഒരു കോഡ് അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിൻ നമ്പർ 4ലും 5ലുമാണ് HC12 കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ റീസൺ എന്നല്ലേ? പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. വേണമെങ്കിൽ 10ലും 11ലും തന്നെ കണക്ട് ചെയ്യാം. എന്നിട്ട് ആദ്യം നമ്മൾ ഈ 2 പിന്നിൽ എന്തെങ്കിലും ഡേറ്റ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻപുട്ട് എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്തോട്ട് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഓരോ സ്ട്രിങ്ങിനകത്തും കോമ വരുന്ന ഭാഗം വെച്ച് ഡിവൈഡ് ചെയ്ത് ഓരോ വേരിയബിളിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ട് കൺട്രോളിലിരിക്കുന്ന എല്ലാ സെൻസേഴ്സിൻ്റെയും ഡേറ്റ എടുത്ത് നമ്മുടെ Arduino പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത് അതിനൊരൊറ്റ സ്ട്രിങ് ആക്കിയിട്ട് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റായ HC12 വയർലെസ് മൊഡ്യൂളിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ HC12 വയർലെസ് മൊഡ്യൂൾ നമ്മുടെ റോബോട്ടിലിരിക്കുന്ന HC12 വയർലെസ് മൊഡ്യൂളിലേക്ക് അയച്ചു കൊടുക്കുന്നു. റോബോട്ടിലിരിക്കുന്ന HC12 മൊഡ്യൂൾ ആ റോബോട്ടിലിരിക്കുന്ന Arduinoയിലേക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു. Arduino എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ HC12 വയർലെസ് മൊഡ്യൂൾ അയച്ചു കൊടുക്കുന്ന ആ ഒരു സ്ട്രിങ്ങിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ വേരിയബിളിനകത്തോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ റിമോട്ട് കൺട്രോളിനകത്തുള്ള അതേ വാല്യൂ നമ്മുടെ റോബോട്ടിലെത്തിയില്ലേ? ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് റോബോട്ടിനെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഈ ഒരു പ്രോജക്റ്റ് എന്നല്ല ഏതെങ്കിലും പ്രോജക്റ്റിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് HC12 വയർലെസ് മൊഡ്യൂൾ വെച്ചിട്ട് ഒരു അടിപൊളി റോബോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ബൈ.